അനന്തമായ സ്നേഹത്താൽ ദൈവം സൃഷ്ടി നടത്തി. അവിടുന്ന് സ്വന്തം പ്രതിച്ഛായയിൽ സൃഷ്ടിച്ച മനുഷ്യന് ആത്മാവും ജീവനും നൽകി. സൃഷ്ടിയുടെ മകുടമായ മനുഷ്യൻ ദൈവത്തെ പോലെ ആകാം എന്ന പ്രലോഭനത്തിനു വഴങ്ങി പാപത്തിൽ മരിച്ചവനായിത്തീർന്നു. പരിശുദ്ധാത്മാവിന്റെ അനുഭവം ഓരോ മനുഷ്യരിലും ഉണ്ടാകുവാനായി അവൻ വിശുദ്ധ കുർബാന സ്ഥാപിക്കുകയും മനുഷ്യനെ തന്റെ സഭയാകുന്ന ശരീരത്തിലെ അംഗങ്ങളാക്കുകയും ചെയ്തു. എങ്കിലും പുതുയുഗത്തിലെ മനുഷ്യൻ തന്റെ സൗകര്യങ്ങൾക്കും ആവശ്യങ്ങൾക്കും അനുസരിച്ച് ജീവന്റെ നിർവചനത്തെയും വിലയെയും പറ്റി പുതിയ പുതിയ വ്യാഖ്യാനങ്ങൾ നിരന്തരം നടത്തിക്കൊണ്ടേയിരുന്നു. കുറച്ചുകൂടി മര്യാദയായിട്ട് സംസാരിക്കരുതോ? എന്താടാ ഊവേ, രാത്രിയിൽ വെള്ളം അടിച്ച് ചുറ്റുവേഷം കെട്ടി നടു റോട്ടിൽ നടക്കുന്നവരോട് ഞാനൊന്നും മര്യാദ കാണിക്കാറില്ല. വെള്ളമോ? എന്ത് വെള്ളം? എന്തു വേഷം? ആര്? ചേട്ടാ, ഞാനും അല്പം മദ്യമൊക്കെ കഴിക്കുന്ന കൂട്ടത്തിലാ, അതുകൊണ്ട് ക്ഷമിച്ചിരിക്കുന്നു. അതൊക്കെ പോട്ടെ. നിങ്ങൾ ആരാ? വഴി തെറ്റി നടക്കുവാണോ? വാ, ഞാൻ നിന്നെ വീട്ടിൽ കൊണ്ടുവിടാം. സ്വർഗത്തിൽ നിന്ന് അയക്കപ്പെട്ടിരിക്കുന്ന ഒരു മാലാഖയാണ് ഞാൻ. ഞാൻ പറഞ്ഞില്ലേ, വെള്ളം അടിച്ചു കഴിഞ്ഞാ ഇങ്ങനെ പലതും തോന്നൂന്നേ. എനിക്കാണെങ്കിൽ വെള്ളം അടിച്ചു കഴിഞ്ഞാ ചിലപ്പോ ദൈവമാണെന്ന് പോലും തോന്നിപ്പോവും. ചേട്ടാ, വീട്ടിൽ പോട്ടെ, ഇല്ലെങ്കി ഞാൻ പിടിച്ച് അകത്തിടുവേ. പറഞ്ഞില്ലെന്ന് വേണ്ട. മകനെ, സത്യമായിട്ടും ഞാൻ മാലാഖ തന്നെയാ. ഞാൻ പറയുന്നത് വിശ്വസിക്കേ. ശരി ശരി, വിശ്വസിച്ചിരിക്കുന്നു. മാലാഖ രാത്രിയിൽ 12 മണിക്ക് ഈ പെരുവഴിയിൽ എന്തെടുക്കുവേ? സ്വർഗത്തിൽ കിടന്ന ഉറക്കൊന്നും വരില്ലേ? പ്രത്യാശയുടെ കാവൽക്കാരായ മാലാഖമാർ ഉറങ്ങുന്നില്ല, ഉറക്കം തൂങ്ങുന്നുമില്ല. പിന്നെ എന്താണാവോ ഈ അവതാര ഉദ്ദേശം? ഞാൻ ഇന്നു രാത്രി ഇവിടെ അടുത്തൊരു ഭവനത്തിലേക്ക് അയക്കപ്പെട്ടിരിക്കുന്നു. മകനെ, നിന്റെ ഭവനത്തിൽ ആരൊക്കെയുണ്ട്? എന്റെ വീട്ടിൽ ഭാര്യയുണ്ട്, പിന്നെ 2 മക്കളും ഉണ്ട്. എന്തിനാ കുഞ്ഞെ കള്ളം പറഞ്ഞത്? എന്തു കള്ളം? മകനെ, നിന്റെ വീട്ടിൽ ഒരു കുരുന്നു ജീവൻ കൂടിയുണ്ട്. നിന്റെ ഭാര്യയുടെ വയറ്റിൽ വളരുന്ന ആ കുരുന്നു ജീവൻ, നീ അത് വിട്ടുകളഞ്ഞതെന്താ? നിന്റെ ഭാര്യ ഗർഭിണിയല്ലേ? അയ്യോ, ഇത് സത്യമായിട്ടും മാലാഖ തന്നെയാണെന്ന് തോന്നുന്നത്. എല്ലാം അറിയാം. നിനക്ക് പിറക്കുവാൻ പോകുന്ന കുഞ്ഞിന്റെ കാവൽ മാലാഖയാണ് ഞാൻ. ഞാൻ നിന്റെ ഭവനത്തിലേക്ക് തന്നെ അയക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ അത് പക്ഷേ മാലാഖ, ഞങ്ങൾ അതിനെ അങ്ങ് കളഞ്ഞേക്കാൻ തീരുമാനിച്ചു. നാളെ രാവിലെ ഡോക്ടറുടെ അടുത്ത് പോകാനിരിക്കുക. അങ്ങ് കളഞ്ഞേക്കാൻ തീരുമാനിച്ചു അല്ലേ? എത്ര നിസ്സാരമായി നീ ഒരു കൊലപാതകത്തെ പറ്റി സംസാരിക്കുന്നു മകനെ. കൊലപാതകമോ? നിയമത്തിന്റെ മുന്നിൽ ഗർഭഛിദ്രം എന്ന് പറയുന്നത് കൊലപാതകമൊന്നുമല്ല. അതൊക്കെ പോട്ടെ മാലാഖ, എന്റെ ഡ്യൂട്ടി തീർന്നു. ഇച്ചിരി ധൃതിയുണ്ട്. നാളെ ക്രിസ്മസ് അല്ലേ? എന്റെ ഭാര്യ കാത്തിരിക്കും. മാലാഖ പോരുന്നു? ശരി, ഞാനും വരുന്നു. ക്രിസ്മസ് ആയിട്ട് ഇത്രയും താമസിച്ചതെന്താ? അതൊക്കെ ഉണ്ട്. നീ ഉറങ്ങിയില്ലായിരുന്നു? പിന്നെ പിള്ളേർ ഉറങ്ങിയോ? പിള്ളേർ ഉറങ്ങി. കരോള് വരുമ്പോ വിളിക്കണമെന്ന് പറഞ്ഞാ കിടന്നത്. പിന്നെ നിങ്ങൾ എന്താ താമസിച്ചേ? നാളെ രാവിലെ ഡോക്ടറുടെ അടുത്ത് പോണ്ടായോ? ഇനി കരോള് വരും, എല്ലാം കൂടി കഴിയുമ്പോൾ ഒരു സമയമാകും ഒന്ന് ഉറങ്ങണമെങ്കിൽ. മറിയാമേ, അത് വേണോ? നാളെ ഡോക്ടറുടെ അടുത്ത് പോണോ? നമുക്ക് ഈ കുഞ്ഞിനെ വളർത്തിയാലോ? ഇനി ആലോചിക്കാനൊന്നുമില്ല. നമുക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, അത് മതി. ഇതുങ്ങളെ വളർത്താൻ തന്നെ എന്തുമാത്രം പാടുപെടുന്നു. പിള്ളേരുടെ കഴിഞ്ഞ മാസത്തെ ഫീസ് പോലും കൊടുത്തിട്ടില്ല. അതുങ്ങൾക്ക് നല്ല ഒരു ഉടുപ്പ് വാങ്ങണമെന്ന് വിചാരിച്ചിട്ട് എത്ര നാളായി. നമ്മളിപ്പം പ്രായോഗികമായിട്ട് മാത്രം ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് സമാധാനം. ജീവനെ ഉള്ളിൽ വഹിക്കുന്നവൾ
മാതാവാകുന്നു. മാതാവ് ഭാഗ്യവതിയാകുന്നു. അയ്യോ, ഇതാരാ? ഇത് മാലാഖയാ. മാലാഖയോ? അതേ മകളെ, നിനക്ക് ജനിക്കുവാൻ പോകുന്ന കുഞ്ഞിന്റെ കാവൽ മാലാഖയാണ് ഞാൻ. ഇല്ല, ഈ കുഞ്ഞ് ജനിക്കുവാൻ പോകുന്നില്ല. ഒരു ജീവനെ ഇല്ലാതാക്കുന്നത് കൊലപാതകമല്ലേ മകളെ? കൊലപാതകമോ എന്നാര് പറഞ്ഞു? ഇപ്പോൾ ഇതിന് ജീവനോ ആത്മാവോ തിരിച്ചറിവോ ഇല്ല. തിരുവഴുത്തുകളിൽ എഴുതിയിരിക്കുന്നത് അങ്ങനെയല്ലല്ലോ മകളെ. ഏത് തിരുവഴുത്ത്? ജെറമിയായുടെ പുസ്തകം 1-ാം അധ്യായം 5-ാം വാക്യം വായിക്കൂ. കർത്താവ് ജെറമിയയോട് ഇപ്രകാരം പറഞ്ഞു: നീ ഉദരത്തിൽ ഉരുവാകുന്നതിനു മുമ്പേ ഞാൻ നിന്നെ അറിഞ്ഞു. നീ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചു. കർത്താവ് മനുഷ്യനെ അവൻ ഈ ലോകത്തിൽ ജനിക്കുന്നതിന് മുമ്പ് തന്നെ അറിഞ്ഞിരിക്കുന്നു. അമ്മയുടെ ഉദരത്തിൽ അവനെ മെനഞ്ഞിരിക്കുന്നത് കർത്താവാണ്. ഗർഭസ്ഥ ശിശുവിനെ നശിപ്പിക്കുന്നവൻ ജീവനെയും ആത്മാവിനെയും നശിപ്പിക്കുന്നു. ഇതൊക്കെ അനുസരിച്ച് നടന്നാൽ ജീവിതം മുന്നോട്ടു പോകുമോ? ഒരു കുഞ്ഞിന് നല്ല ഉടുപ്പും ഭക്ഷണവും വിദ്യാഭ്യാസവും കൊടുക്കാൻ പറ്റത്തില്ലേൽ അതിനെ ജനിക്കാൻ അനുവദിക്കാതിരിക്കുന്നതല്ലേ നല്ലത്? ജനിക്കാൻ അനുവദിക്കാതിരിക്കുകയല്ല, കൊല്ലുകയാണ്. പട്ടിണിയും കഷ്ടപ്പാടും ഉണ്ടാകുമെന്ന മുൻവിധിയോടെ ഒരു ജീവിതം ഇല്ലാതാക്കാമോ? മനുഷ്യജീവിതത്തിൽ ഉയർച്ചയും താഴ്ചയും സന്തോഷവും ദുഃഖവും എല്ലാം ഉണ്ട്. ഒരു ദിവസം പട്ടിണി വന്നേക്കുമെന്ന് വിചാരിച്ച് ആരെങ്കിലും ജീവിതം അവസാനിപ്പിക്കുമോ? ഈ ജനിക്കുവാൻ പോകുന്ന കുഞ്ഞ് നിന്റെ കണ്ണുനീർ തുടയ്ക്കില്ലെന്ന് ആരറിഞ്ഞു? ഈ ജീവൻ നിനക്ക് ഭൂമിയിലെ സകല സൗഭാഗ്യങ്ങളും നേടിത്തരില്ലെന്ന് ആരറിഞ്ഞു? ഇതാ, നിങ്ങൾ ക്രിസ്തുമസിനു വേണ്ടി ബാഹ്യമായ ഒരുക്കങ്ങൾ നടത്തിക്കഴിഞ്ഞു. ആത്മാവിന്റെയും ജീവന്റെയും ദാനം നൽകുന്നവനായ ക്രിസ്തുവിനെ കൂടി സ്വീകരിക്കൂ. ഇപ്പോൾ നീ എന്തു പറയുന്നു മറിയാമേ? നമ്മൾ ഈ കുഞ്ഞിനെ ജനിക്കാൻ അനുവദിക്കുന്നതല്ലേ ശരി? നമുക്ക് ഈ കുഞ്ഞിനെ വളർത്താൻ മറിയാമേ, അല്ലേ? ജീവൻ ദൈവത്താൽ നമുക്ക് ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന ഒരു മഹാദാനമാണ്. അത് ഒരു പദ്ധതിയായും ഉത്തരവാദിത്വമായും നമുക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുന്നു. അതിനാൽ നമ്മൾ ജീവന്റെ സൂക്ഷിപ്പുകാരാണ്, ഉടമസ്ഥരല്ല. ജീവാത്മാവിന്റെ ക്ഷേത്രമായ നമ്മുടെ ശരീരം കർമ്മത്തിനുള്ള ഉപകരണമാണ്. ആ ശരീരത്തെ നരകപ്രായമാക്കുന്നത് കുറ്റകരമാണ്, അവഗണിക്കുന്നത് അക്രമമാണ്. ഇവിടെ ജീവിത സംസ്കാരത്തിനായി നമുക്ക് കൈകോർക്കാം. ജീവനെ സംരക്ഷിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന സന്നദ്ധ ഭടന്മാരും ശുശ്രൂഷാവാഹകരുമായി നമുക്ക് മാറാം. സമ്പർക്ക മാധ്യമത്തിലൂടെയും വിവിധ സംഘടനകളിലൂടെയും ജീവന്റെ മൂല്യത്തെ നമുക്ക് ജനമധ്യത്തിൽ കാണിച്ചു കൊടുക്കാം.